ഹലോ, വെൽക്കം ബാക്ക് ടു PSC സ്മാർട്ട് സ്റ്റഡി. നമ്മൾ റിവിഷൻ ഡേ 4 വരെയാണ് ഇതുവരെ വീഡിയോ ചെയ്തിട്ടുള്ളത്. അതിനുശേഷം എനിക്കൊന്ന് വീഡിയോ ചെയ്യാനായിട്ട് സാധിച്ചില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ചെറിയൊരു സ്റ്റഡി വ്ളോഗാണ് ചെയ്തേക്കുന്നത്. ഇതൊരു റിവിഷൻ 5 ആയിട്ട് നിങ്ങൾ കണക്കാക്കുക. ഇതിനുള്ളിൽ ഞാൻ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതും ഹോട്ട് ടോപ്പിക്സുകളും ആഡ് ചെയ്തിട്ടുള്ള കുറച്ച് പോയിൻറ്റ്സ് പറയുന്നുണ്ട്. ഇത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ വായിക്കാനായിട്ട് ശ്രമിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സാണിത്. അതുപോലെ പോയിൻറ്റ്സുകളും നിങ്ങൾ മാർക്ക് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നമുക്കറിയാം PSCയുടെ ഒരു സ്ഥിരം ക്വസ്റ്റ്യൻ മേഖലയാണ് ഈ ശിലകളെന്ന് പറയുന്നത്. ആ ശിലകളെന്ന് പറയുന്ന ടോപ്പിക്കിനുള്ളിൽ ആഗ്നേയ ശിലകൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കുക. കാരണം അത് റിപ്പീറ്റായിട്ട് PSC ചോദിച്ച് കണ്ടിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഈ ആഗ്നേയ ശിലകൾ എന്നുള്ളത്. അതുപോലെ തന്നെ ശിലകളും മാപ്പുകളും നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. മുൻപ് ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ്, ഫോസിലുകൾ കാണപ്പെടുന്ന ശിലകൾ അറിയപ്പെടുന്നത് ഏതാണെന്നുള്ളത്. അത് അവസാദ ശിലയാണ്. അതുപോലെ വീറ്റോ പവർ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കണം. അതുപോലെ നിങ്ങൾക്കറിയാം, ഞാൻ എൻ്റെ മുൻപുള്ള വീഡിയോസിലെല്ലാം കൂടുതലും ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ കൂടുതൽ പോയിൻറ്റ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ളത് ഒരു ടോപ്പിക് എന്ന് പറയുന്നത് തൂലിക നാമങ്ങളാണ്. അപ്പോൾ തൂലിക നാമങ്ങൾ പല റാങ്ക് ഫയലിനകത്തും ഒരുപാട് വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കിട്ടുന്നതെല്ലാം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ ഡെയിലി ഒരു 5 തൂലിക നാമങ്ങൾ പഠിച്ചിരുന്നാൽ പോലും എക്സാമിൻ്റെ ടൈം എത്തുമ്പോഴത്തേക്ക് നിങ്ങൾക്കത് ഏറെക്കുറെ കവർ ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ മലയാളത്തിൽ നിന്ന് വരുമ്പോൾ ഒറ്റപ്പദങ്ങളും പദശുദ്ധിയൊക്കെ തന്നെ റിപ്പീറ്റായിട്ട് ചോദിച്ചവയുണ്ട്. പിന്നെ നിങ്ങൾക്ക് വെറൈറ്റി ആയിട്ട് കിട്ടുക, അതായത് നമ്മൾ ചിലപ്പോൾ റാങ്ക് ഫയലല്ലാതെ തന്നെ നമ്മൾ യൂട്യൂബുകൾ സെർച്ച് ചെയ്യുമ്പോഴും അതിലെ വീഡിയോസിനകത്ത് നിങ്ങൾക്ക് ഒരുപാട് പദങ്ങൾ നിങ്ങൾക്ക് കിട്ടും. ഒറ്റപ്പദങ്ങൾ അവർ ചോദിച്ചേക്കുന്നത് കാണും. അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കുക. കാരണം നമ്മുടെ SCERT ബേസ്ഡ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്ക് റെഫർ ചെയ്തിട്ടായിരിക്കും ആ ഒരു വീഡിയോസിൽ അവർ ചെയ്തിട്ടുണ്ടാകുക. അതുപോലെ തന്നെയാണ് ദേശീയ പതാകയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് അവർ ചോദിക്കുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ലെവലിലാണ് ഈ ഒരു ക്വസ്റ്റ്യനൊക്കെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു പോയിൻ്റ് പോലും വിട്ട് കളയാണ്ട് നല്ല രീതിയിൽ പഠിക്കുക. പിന്നെ വരുന്നത് ഈ പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ നേട്ടങ്ങൾ. ഇത് നല്ല പോലെ പഠിക്കുക. കാരണം 1-2 ക്വസ്റ്റ്യൻസിനകത്ത് ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഇവർ റിപ്പീറ്റായിട്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവലിൽ ഇത് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ റിപ്പീറ്റായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള മേഖലകൾ നിങ്ങൾ കൂടുതൽ ഊന്നൽ കൊടുത്ത് തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അതുപോലെ നവോത്ഥാന നായകന്മാരിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അയ്യങ്കാളിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക. അതുപോലെ കേട്ടില്ലാത്ത പോയിൻറ്റ്സുകളെല്ലാം തന്നെ നിങ്ങൾ നോട്ട് ചെയ്ത് പഠിക്കുക. ഈ പഠിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ഡെയിലി റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങൾ പഠിക്കുന്നത് ഒരിക്കലും വേസ്റ്റ് ആകാൻ പാടില്ല. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് നിങ്ങൾ റിപ്പീറ്റ് ചെയ്യുക. അതുപോലെ കലാപങ്ങളും പ്രക്ഷോഭങ്ങളും എന്ന് പറയുന്ന ഒരു ഏരിയയിൽ നിന്നിട്ട് ആറ്റിങ്ങൽ കലാപമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു കുടമൺ പിള്ള ആ ഒരു പേര് നമ്മൾ ഓർത്ത് വെക്കണം, ആ ഒരു പേരെന്ന് പറയുന്നത്. അതുപോലെ പഴശ്ശി വിപ്ലവമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾ കഴിവതും നല്ല രീതിയിൽ വായിക്കാനായിട്ട് ശ്രമിക്കുക. ഇൻഡെപ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കേണ്ട കുറച്ച് പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിൽ ഈ പഴശ്ശി വിപ്ലവം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. അപ്പോൾ സമയം ഒട്ടും വേസ്റ്റ് ആക്കാണ്ട് എല്ലാവരും പഠിക്കുക.